ഓം ശ്രീ ചാമുണ്ഡേശ്വരിയെ നമഃ. നവരാത്രിയുടെ 6ാം ദിവസമായ ഇന്ന് ആദിപരാശക്തിയായ ദുർഗാ ഭഗവതിയെ കാത്യായനി രൂപത്തിലാണ് ഉപാസിക്കുന്നത്. പ്രാചീന ഭാരതത്തിലെ ദേവീ ഉപാസനയില് മുഖ്യമായിട്ടുള്ള ഉപാസനാ പദ്ധം കൊണ്ടുവന്ന ഋഷിയായ കാത്യായനന്റെ മകളായി ജനിച്ചതുകൊണ്ടാണ് ദേവിക്ക് കാത്യായനി എന്ന നാമധേയം വന്നിരിക്കുന്നത്. ദേവീ ഭാഗവതത്തില് ദേവിയെ സൗമ്യസുന്ദര രൂപമായാണ് വർണ്ണിക്കുന്നത്. സർവ ഐശ്വര്യദായിനിയാണ് അമ്മ. ധനധാന്യ സൗഭാഗ്യങ്ങള് ഭഗവതിയെ ഉപാസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും. പൂർണമായ സമർപ്പണത്തോടെ ശുദ്ധമായ ഹൃദയത്തോടെ ആ ഭഗവതിയെ നമ്മൾ ഉപാസിക്കുകയാണെങ്കിൽ നമ്മളുടെ പൂർവീകമായിട്ടുള്ള ദോഷങ്ങളെ ഇല്ലാണ്ടാക്കി നമ്മളെ ശുദ്ധതയിലേക്ക് നയിക്കും ഭഗവതി. മംഗല്യ തടസ്സം അനുഭവിക്കുന്നവര്, എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് മംഗല്യം വൈകുന്നവര്, ഇനി ഇഷ്ടമംഗല്യത്തിന് ആഗ്രഹിക്കുന്നവർ, ഭർത്തൃ ബന്ധത്തില് സ്വരച്ചേർച്ച ഇല്ലെങ്കിൽ ഒക്കെ നമ്മള് ഭഗവതിയെ ഉപാസിക്കണം. പുരാണങ്ങളിൽ പറയണത് രുക്മിണീ ദേവിയും അതുപോലെ തന്നെ ഗോകുലത്തിലെ ഗോപികമാരും ഒക്കെ കൃഷ്ണനെ പതിയായി ലഭിക്കാൻ വേണ്ടി കാത്യായനി ദേവി വ്രതം അനുഷ്ഠിക്കുകയും ദേവിയുടെ മന്ത്രങ്ങൾ ഉച്ചരിക്കുകയും ദേവിയെ ആരാധിക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ നമുക്കും നമ്മളുടെ ജീവിതത്തില് ഇഷ്ടമംഗല്യ സിദ്ധി ഉണ്ടാവാനും നമ്മുടെ ജീവിതത്തില് ധനധാന്യ സൗഭാഗ്യങ്ങൾ ഉണ്ടാവാനും നമ്മള് ആ ഭഗവതിയെ, ആ സർവേശ്വരിയെ ഉപാസിക്കണം, ആരാധിക്കണം. എല്ലാവർക്കും ഭഗവതിയുടെ കൃപാകടാക്ഷം ഉണ്ടാവട്ടെ. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരീ നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ.